കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് അപകടം. കാടാമ്പുഴ സ്വദേശി ഹനിയുടെ വീടിന്റെ മുകളിലേക്കാണ് തേക്ക് മരം വീണത്. വീട്ടിലെ ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. ആർക്കും പരിക്കില്ല. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ഷഹദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, മലപ്പുറം ജില്ലയുടെ വിവിധ മേഖലകളിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ട്. പക്ഷേ ഇടവിട്ടുള്ള മഴയാണ് ജില്ലയിലുടനീളം കഴിഞ്ഞ കുറേ അധികം മണിക്കൂറുകളായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഈ മരം കടപുഴകി വീഴുന്നതാണ്. വലിയ മരങ്ങളാണ് മിക്ക ഇടങ്ങളിലും ഇത്തരത്തിൽ വീടിന് മുകളിലേക്കും അതുപോലെ തന്നെ റോട്ടിലേക്കും അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് മുകളിലും ഒക്കെ തന്നെ വീഴുന്നത്. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ ചങ്ങരകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ പുലർച്ചെ ഇന്ന് മരം കടപുഴകി വീണു. തിരക്കേറിയ പാതയിൽ അപകട സമയത്ത് വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഇല്ലാതെ ഒഴിവായി. അതുപോലെ തന്നെ എടവണ്ണ കൊയിലാണ്ടി പാതയിൽ അരീക്കോടിനടുത്ത് വടശ്ശേരിയിൽ വീണ മരം അഗ്നിരക്ഷാ സേനയും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കരുവാരക്കുണ്ടിൽ സ്വകാര്യ ഭൂമിയിൽ നേരത്തെ മണ്ണെടുത്ത ഭാഗത്ത് ഇന്നലെ വൈകിട്ട് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൊളക്കാടൻ അബ്ദുറഹിമാന്റെ വീടിന്റെ മുറ്റത്തേക്കാണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണത്. സമാനമായ രീതിയിൽ ഇന്ന് ഇപ്പോൾ അതായത് ഇപ്പൊ വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വീടിന്റെ പുറകുവശത്തെ അടുക്കളയ്ക്ക് മുകളിലേക്കാണ് ഈ തേക്ക് മരം വീണിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ വീട്ടിലുള്ള ആർക്കും തന്നെ കാര്യമായിട്ട് പരിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ അടുക്കളയുടെ ഭാഗത്തേക്ക് വീണതുകൊണ്ട് തന്നെ ചില സാധനങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചിലയിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. അത് ചെറിയ രീതിയിലെങ്കിലും ആളുകളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു ആശ്വാസം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള മഴയല്ല നിലവിൽ ജില്ലയിൽ പെയ്യുന്നത്, ഇടവിട്ടുള്ള മഴയാണ്. അതുകൊണ്ട് ഒരു ശമനമുണ്ട്. മഴയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ശമനമുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടോ അല്ലെങ്കിൽ വലിയ രീതിയിൽ വെള്ളം തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യവുമില്ല. ഈ തുടർച്ചയായി വലിയ മരങ്ങൾ കടപുഴകി വീഴുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. വേണം. ശരി, ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന്.